മതം വളർത്തൽ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നൂറുകണക്കിന് ക്രൈസ്തവരെ കൊന്നുതള്ളിയ കോങ്കോയ്ക്ക് നേരെ എല്ലാ കണ്ണുകളും അടച്ചിരിക്കുന്നവരോട് ക്രൈസ്തവ ഭൂരിപക്ഷ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ ക്രൈസ്തവർക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് ആഗോള മരണവ്യാപാരികളായ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ. 15 ദിവസത്തിലധികമായി തുടരുന്ന കനത്ത ഭീകരാക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് പിഞ്ചു കുട്ടികളടക്കം 100-ലേറെ ക്രൈസ്തവരെയാണ്. 96% ക്രൈസ്തവ ജനസംഖ്യയുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഓരോ ഭാഗങ്ങളിൽ വിവിധ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ക്രൈസ്തവർക്കെതിരെ മതപരമായ ലക്ഷ്യങ്ങളോടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ആക്രമണ പരമ്പര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റഫയിലേക്ക് എല്ലാ കണ്ണുകളും തിരിച്ചുവെച്ച കേരളത്തിലെ മതേതരന്മാർ എന്നവകാശപ്പെടുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും തങ്ങൾ മതം നോക്കിയും പ്രീണനവും ലക്ഷ്യമിട്ടും മാത്രമാണ് പ്രതികരിക്കുകയുള്ളൂ എന്ന നിലപാടുകളിലൂടെ വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. റഫേൽ ഇസ്രായേലിന്റെ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുള്ള ആക്രമണത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഹമാസ് തീവ്രവാദികളുടെ ആയുധശേഖരത്തിന് തീപിടിച്ചതിനെ തുടർന്ന് 45 ഗാസക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഓൾ ഐസ് ഓൺ റാഫ ക്യാമ്പയിനിങ് സംഘടിപ്പിച്ചവർ ഇപ്പോൾ നിശബ്ദരാണ്. കാരണം ഇരകൾ ക്രൈസ്തവരായിപ്പോയി, പ്രതിസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദികളും. ഈ പ്രതിസന്ധിയിൽ കോങ്കോ ജനതയോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരും രാജ്യാന്തര സമൂഹവും അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. അക്രമം അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ദേശീയ അധികാരികളും അന്താരാഷ്ട്ര സമൂഹവും ഇടപെടണമെന്നും പാപ്പ നിർദ്ദേശിച്ചു. DRCയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഉഗാണ്ടക്കാരായ തീവ്രവാദി ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സെൻട്രൽ ആഫ്രിക്കൻ ശാഖയെന്നറിയപ്പെടുന്ന അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സാണ് വടക്കൻ കോങ്കോയിലെ കിവ്യു പ്രവിശ്യയിലെ ബെന്നി പ്രദേശത്തെ ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോങ്കോയിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരാണ്. അതിൽ കിഴക്കൻ കോങ്കോ പ്രവിശ്യയിൽ താമസിക്കുന്ന ക്രൈസ്തവ സമൂഹമാണ് തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറെക്കുറെ 100-ലധികം അപകടകാരികളായ തീവ്രവാദ സംഘടനകൾ തമ്പടിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സമാധാനത്തോടെ ക്രിസ്ത്യാനുഗാമികളായി ജീവിക്കുന്നവരെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇവിടെ കൂടുതൽ ആക്രമണങ്ങളും നടക്കുന്നത്. പള്ളികൾ ആക്രമിച്ചാലും വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോവുകയും കഠിനമായ ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കിയും തീവ്രവാദികൾ ക്രൈസ്തവരുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന സഭാ നേതാക്കന്മാരെയും സ്കെച്ച് ചെയ്ത് ആക്രമിക്കുകയാണ് ഇപ്പോൾ തീവ്രവാദികൾ. 2 ആഴ്ച മുൻപാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന കാരണം പറഞ്ഞ് കത്തോലിക്കൻ ആയ 14 ക്രൈസ്തവരെ ദ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന തീവ്രവാദ സംഘടന ക്രൂരമായി കൊന്നുകളഞ്ഞത്. അതിനും ചില ആഴ്ചകൾക്ക് മുൻപ് വടിവാളുകളും റൈഫിളുകളും കൊണ്ട് 11ഓളം ക്രൈസ്തവരെ ക്രൂരമായി കൊല്ലുകയും മറ്റു ചില ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നു. ജൂൺ 7 എന്ന ഒറ്റ ദിവസം മാത്രം അവിടെ കൊല്ലപ്പെട്ടത് 50-ലധികം ക്രിസ്ത്യാനികളാണ്. നിരവധി പേരുടെ വീടുകൾ അഗ്നിക്കിരയാക്കിയും തകർത്തുമാണ് തീവ്രവാദികൾ അന്ന് അഴിഞ്ഞാടിയത്. തീവ്ര ഇസ്ലാമിക അജണ്ടകൾ വെച്ച് പുലർത്തുന്ന ഈ തീവ്രവാദികൾ ബലാത്കാരമായി ഭയപ്പെടുത്തിയും അവർ പറയുന്നതനുസരിപ്പിക്കാൻ നിർബന്ധിച്ചും ക്രൂരമായ ആക്രമണ രീതികൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വഴങ്ങാത്തവരെ നിർദ്ദയം കൊന്നൊടുക്കുകയാണ് ഈ തീവ്രവാദികൾ. ക്രൈസ്തവർ ഭൂരിപക്ഷമായിരുന്ന നൈജീരിയയിൽ ചെയ്തതുപോലെ കോങ്കോയിലെ ക്രൈസ്തവരെയും ബലാത്കാരത്തിലൂടെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനായുള്ള നീക്കങ്ങളാണ് കോങ്കോയിൽ നടക്കുന്നത്. ഇങ്ങനെ ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കോങ്കോ മറ്റൊരു നൈജീരിയയായി മാറാൻ അധിക വർഷങ്ങളൊന്നും വേണ്ടിവരില്ല.